നമ്മളിന്നും പോവാണ് ചായ കുടിക്കാൻ. അതെ, കൂടുതൽ എല്ലാവരും കാണിച്ചു കൊടുക്കൂ. വ്ളോഗിലുള്ളവരെ ഓരോരുത്തരെ കാണിച്ചു തരാം. കൃഷ്ണപ്രിയ, നന്ദനനെ കാണട്ടെ എല്ലാരും. നിങ്ങളെല്ലാരും വ്ളോഗിൽ ഹായ് പറ. ഹായ്. നമ്മളെന്നും ചായ കുടിക്കാൻ മാത്രമേ പോകാറുള്ളൂ. നാളെ മറ്റന്നാളോ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ പോകും. അപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇല്ല, നമ്മൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഉടനെ വൈകാതെ ഒരു ദിവസം പോകും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആൾക്കാരൊക്കെ കാണാൻ ചിലപ്പോൾ ആ വ്ളോഗിൽ. അതെ, ഞങ്ങള് പുറത്തുനിന്ന് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സെൽഫി ഒക്കെ എടുക്കാൻ കൂടാത്തോ. അതെ, അങ്ങനെ ചാടുകളൊന്നുമില്ല. ഇല്ല. നിങ്ങൾക്ക് എപ്പോഴേലും നമ്മളെ കണ്ട് സെൽഫി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ വന്ന് ചോദിച്ചോണ്ട് ഇവിടെ ഓട്ടോഗ്രാഫ് വരെ തരും. അതെ, ഞാൻ പുതിയൊരു സൈൻ ഇട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരുടെയും ഓട്ടോഗ്രാഫ് വേണേ ചോദിച്ചാൽ മതി, ഇവിടെ അതുപോലെ ഇട്ടുതരും. പെയ്ഡൊന്നുമല്ല. അതെ, എല്ലാവരും വ്ളോഗിൽ ഉറപ്പായിട്ടും എല്ലാവരും ഇതിൽ കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ. എൻ്റെ ഇൻസ്റ്റാ ID ഗോപിക സത്യനാരായണൻ, ഗോപിക _ സത്യനാരായണൻ. റിപ്പോർട്ട് അടിച്ച് സഹകരിക്കുക. അല്ല, എല്ലാവരും ഫോളോ ചെയ്യൂ. പ്രൈവറ്റ് ID ആണ്. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ അതെ, അവളെന്തായാലും അക്സെപ്റ്റ് ചെയ്യുക. ഇരുട്ടായി. യൂട്യൂബിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പക്ഷെ അവൾ ഇൻസ്റ്റയിൽ ചാടത്തേക്ക്. അല്ല, ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ. നമ്മളിപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത്. വനാവനം കാടാണിത്. പണ്ട് ഇവിടെ പുലികൾ, നിറയെ പുലികളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വരെ. പുലി ഇപ്പൊ കാലിന് വയ്യാണ്ടിരിക്കുന്നുണ്ട്. എന്താല്ലേ, നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടാണ് ചായ കുടിക്കാൻ എവരിടെ പോകുന്നത്. അത് ആ മരത്തിന്റെ മുകളിലാണ് സിംഹവാലൻ കുരങ്ങ് ഉണ്ടാവില്ലേ? അല്ലേ, ആ മരം കണ്ടില്ലേ? അവിടെയാണ് സിംഹവാലൻ കുരങ്ങൻ. ലിറ്ററലി പറയുകയാണെങ്കിൽ ഇതൊരു കാട് പ്രദേശമാണ്. പിന്നെ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ചായക്ക് കുടിക്കാൻ പോകുന്നത്. അതെ, കരടി വന്ന് ഈ ചാലിൽ കുളിച്ചിട്ട് പോയിട്ടുണ്ട്. മറ്റേ അപ്പുറത്തെ റോഡിലാണ് പുലി വന്നിറങ്ങുക. അതെ, ബസ്സിൽ വന്നിറങ്ങും. മിന്നാമിനിങ്ങില്ലാതെ ബൾബ് കത്തില്ല. ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. മിന്നാമിനുങ്ങളാണ് നമുക്ക് ലൈറ്റ് ചെയ്യുന്നത്. അതെവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ എപ്പോഴെങ്കിലും കറണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സ്വപ്നമാണ് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കല്ലേ. പിന്നെ നമ്മള് ജിറാഫിനെയാണ് തോട്ടിക്ക് പാരി ഉപയോഗിക്കുന്നത്. അത് വരും വിളവിള്. ഞങ്ങൾ അത്രക്കാരില്ല. അത്രക്കൊന്നും വേണ്ട. അതില്ല കുറച്ച് കൂടിപ്പോയി. പോസിബിൾ അല്ലാടി. സിറാജ് ജിറാഫ് ഒഴിച്ച് ബാക്കി എല്ലാതും ഇവള് പറഞ്ഞ ശരി. 1 vs n. ഞാന്, ബാക്കി നിങ്ങളെല്ലാരും ഒരു ടീം. ലൈറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എടുക്കാം. ശ്രേയയുടെ Q&A ചെയ്യാം. നിങ്ങൾ ആരും Q&A ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞിട്ട് എന്താ ക്വസ്റ്റ്യൻ ഇടാണ്ടിരുന്നേ? ഇതിപ്പോ ഞാൻ തന്നെ ഫേക്ക് ID 5-8 ക്വസ്റ്റ്യൻ ഇടേണ്ട സ്ഥിതിയായി. എത്ര ശതമാനം ഉളുപ്പുണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ? Q&A ചെയ്യുന്നതായിരിക്കും. പിന്നെ നീ എന്തെങ്കിലും മൊട്ടയാണോ? കാണിക്ക്, കളർ ചെയ്ത് കാണിക്കും. ഈ കണ്ണാപ്പി സാധനം ഒന്ന് കാണിച്ചേ. കണ്ടില്ലേ? കാണാം. നിന്റെ കളറും കാണിച്ചു കൊടുത്ത്. എവിടെ? അവരുടെ കളർ ഇത് കുളിക്കാണ്ട് കളറായതാണ്. അല്ല, എന്റെ കളർ ഇളകിയതാണ്. ഞാൻ പണ്ട് കുറച്ച് മുമ്പ്, ഒരു 4-5 മാസം മുമ്പ്, ഞാൻ ഭയങ്കര റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസം ലാസ്റ്റ് ആണ് കളർ ചെയ്തത്. ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. എന്നെ ഒരുപാട് മുന്നേ ചെയ്തതാണ്. അതൊക്കെ 2-3 കൊല്ലായി. 3 കൊല്ലം പോയി. എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു കേട്ടോ. ഇന്ന് ഭാഗ്യത്തിന് വെളിച്ചം ഉണ്ടായിട്ടുണ്ട്. അല്ലെ, വെളിച്ചം ഉണ്ടാവില്ല അധിക ദിവസവും. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന്
ഇന്നിപ്പോൾ ഏതൊക്കെ പീരീഡ് എടുത്തത്? ഇന്ന് ഓൾമോസ്റ്റ് അല്ല എടി, ഇന്ന് എന്തൊക്കെയാ, ഇന്ന് ഏത് പീരീഡൊക്കെ എടുത്ത്? ഇന്ന് മെഷീൻ ലേണിംഗ് 2 പീരീഡ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എടുത്തു. പിന്നെ ഇൻട്രോവൽ ആയിരുന്നു. ലഞ്ച് ബ്രേക്ക് ഒരു 3 മണി വരെ നമുക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. കാര്യം 2 അവർ ഉണ്ടായില്ല. പിന്നെ ലാസ്റ്റ് 3 to 4 എലക്റ്റീവ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ പഴയ പോലെ തന്നെ ആവാൻ തുടങ്ങി. ടീച്ചേഴ്സൊക്കെ ഫാക്കൽറ്റീസൊക്കെ ആവാൻ തുടങ്ങി. ഇവർ കപ്പിളാണ്. എല്ലാവരുടെ അടുത്തും താല്പര്യം. പിന്നെ അതുമല്ല, ഇവളുടെ ഫ്രണ്ട്സിനെ കണ്ട് ആർത്ത് വിളിച്ചതേ ഉള്ളൂ. അതെ, അത് ഹൈലൈറ്റ് ചെയ്തിടാനാ പറയണത്. ഓക്കെ, 4 വട്ടം അതെ ചാവുന്നുണ്ടായിരുന്നു. അവര് മൈൻഡ് വെച്ചില്ലാന്ന് തോന്നണേ, എനിക്ക് അറിഞ്ഞൂടാ. കാണാത്ത ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അവര്. ജസ്റ്റ് കണ്ടതല്ലേ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു. വല്ലാണ്ട് എക്സൈറ്റ്മെന്റില് പക്ഷെ അവക്കുണ്ടായില്ല, അവക്ക് പേടി. അടുത്ത് വന്നപ്പോഴാണ് കാണിച്ച നിന്റെ മ്ലേച്ഛമായ മുഖം ഒന്ന് കാണിച്ചേ. കണ്ടില്ലേ അവളുടെ മ്ലേച്ഛത? കുറച്ച് കഴിഞ്ഞിട്ട് മ്ലേച്ഛത കാണിച്ചു തരാട്ടോ. ഇപ്പൊ എത്തും. നാളെയും ക്ലാസ് ഉണ്ട്, നാളെ ലാബ് ഉണ്ട്. ഇല്ല സോറി, ഇന്നലെ ആയിരുന്നു ലാബ്. ഇന്നലെ ലാബിൽ ഞാൻ വീഴാൻ പോയി. അതെന്താ വീണിട്ടില്ല, കൈ കുത്തി നിലത്തിരുന്നു. ഇരുന്നിട്ടില്ല, കൈ കുത്തി. കൊറേ ശത്രുക്കളുടെ കണ്ണു വെക്കല് കാരണമാണ് ഞാൻ വീഴാൻ പോയത്. നിന്റെ ശത്രുക്കൾ കണ്ണുവെച്ചാൽ നിന്നെ മരിക്കണതേ പ്രാർത്ഥിക്കും. കാര്യം ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു ശനിയാഴ്ച. അപ്പോൾ അതിൻ്റെ എന്തിനാ പോയെന്ന് പറയും, വയറുവേദന ആയതുകൊണ്ട് പോയായിരുന്നു ഡോക്ടറെ അടുത്ത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ലാബിൽ നിന്ന് ഒരു പീരീഡ് നേരത്തെ ഇറങ്ങി. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ചോദിച്ച് സിസ്റ്റം ഓഫാക്കുന്നതിനിടയിൽ സിസ്റ്റം ആക്കി കഴിഞ്ഞ ഉടനെ എൻ്റെ കാല് ചേരൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഞാൻ തെറിച്ച് തെന്നി വീഴാൻ പോയി. അപ്പോൾ എല്ലാവരും കണ്ടു, ലിറ്ററലി എല്ലാവരും കണ്ടു. എല്ലാവരും കണ്ടു. മാനക്കേടായി. ഒരായുസിന്റെ മാനക്കേട് ഇന്നലെ ഉണ്ടായി. ഞാൻ അടുത്ത വിഷമത്തിന്. അപ്പോൾ എന്നിട്ടും ഞാൻ ഉടനെ അവിടുന്ന് എണീറ്റ് ഞാൻ എല്ലാവരോടും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എണീറ്റ് ഓടിപ്പോയി. ഞാൻ നിന്ന നിൽപ്പിലങ്ങ് ഭൂമി കുഴിഞ്ഞു പോയാൽ മതിയെന്ന് തോന്നി. ഈ നാറികളൊക്കെ എന്നെ കളിയാക്കാനായിട്ടാണ്. വീഴാത്ത മനുഷ്യന്മാരില്ല. കഴിവുള്ളവർ അങ്ങനെ പലതും ചെയ്യും. കഴിവുള്ളവർ വീഴും, കഴിവില്ലാത്തവർ അത് നോക്കി ചിരിക്കും. ചില നാറികളുടെ പ്രാക്ക് കാരണം, ലിറ്ററലി പ്രാക്ക് കാരണമാണ് വീണത്. പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ അല്ലാതെയും. കാരണം ഞാൻ വീഴുന്ന് വിചാരിച്ചില്ല, വിചാരിക്കാത്തൊരു സന്ദർഭത്തിലാണ് ഞാൻ വീണത്. പുതിയ ലോഞ്ചാണ്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും വീണതല്ലേ, ബോധം കെട്ട പോലെ അഭിനയിച്ചാലോ എന്ന്. എന്നാൽ മാനക്കേട് ഒഴിവായി സിമ്പതിയായി മാറിയനെ. പക്ഷെ പിന്നെ ആ നിമിഷം അത്രയ്ക്കും എന്തോ അതെ ഒന്നും ചെയ്തില്ല. ആരും എടുക്കാൻ പോകരുത്. ഞാൻ ഉടനെ എണീറ്റ് ഓടി. ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് പോയി. ഇന്നലെ മൊത്തം അതിൻ്റെ വിഷമത്തിൽ. പിന്നെ ഇന്ന് തന്നെ കണ്ടവര് ഇന്നലെ വീണതിൻ്റെ കഥ ചോദിക്കുക. വീണത് മാറിയോ, വീണത് സുഖമായോ, അങ്ങനെയൊക്കെ കുറേ എണ്ണം ചോദിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് വീണിട്ടൊന്നും പറ്റിയിട്ടില്ല. കാലിന് ചെറിയൊരു ഉളുക്ക് പോലെ ഉണ്ടെന്നുള്ളൂ. കാലിന് ചെറിയൊരു ഉളുക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച്
ദൈവം സഹായിച്ചൊന്നുമില്ല, മാനക്കേട് ഒഴിച്ചു നിർത്തിയ ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കാണാൻ കേൾക്കുക. പിന്നെ ചിലരുടെ വിചാരമുണ്ട് ഞാൻ വീണ അത് മാനക്കേടുകൊണ്ട് ഓടിപ്പോയതാണെന്ന്. അല്ല, ഞാൻ പെർമിഷൻ ചോദിച്ച് പോവാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു വെപ്രാളം കാരണമാണോ എന്ത് കാരണമാണോ ഞാൻ ചെയറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീഴാൻ പോയത്. പിന്നെ ഞാനങ്ങ് വേഗം പോയതല്ലാതെ വീണത് കൊണ്ട് ഇറങ്ങി ഓടി. ഞാൻ അങ്ങനെ ഇറങ്ങി ഓടുന്ന ആളല്ല, മനസ്സിലായില്ലേ? വീഴ്ചയൊക്കെ സ്വാഭാവിക. വേണമെങ്കിൽ ഞാൻ ഇനിയും വീഴും, അതൊക്കെ എൻ്റെ ഇഷ്ടം. എന്നാലും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തൂറ്റൽ റാണി. അപ്പം ഇന്നലത്തെ കഥകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോരുമ്പോൾ എന്നെ കാണാൻ സാധിച്ചൊന്നും വരില്ല. കാര്യം എൻ്റെ കയ്യിൽ ചാർജ് കഴിയാനായിട്ടുണ്ട്. അമ്മേ ഇപ്പം ശരിക്കും കാണാൻ സാധിക്കാതെ ഇരുന്നേനെ. നമ്മളെത്താനായി ഏകദേശം ചായ കുടിക്കുന്ന സ്പോട്ടിൽ. കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടുപ്രദേശത്തെത്തി. നന്ദനെ നിങ്ങൾ കണ്ടിരുന്ന പെയറിങ് ആണ്. ഓ നമ്മള് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പെയറിങ് ആണ്. ബ്ലാക്ക് കണ്ടോ ചായ, ഉഴുന്നുവട, മുട്ട ബജി, പരിപ്പ് വട. നമ്മളിപ്പോൾ A to Z കയറിയതാണ് മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ. ആർക്കെ മോയ്സ്ചറൈസർ വാങ്ങിക്കണ്ടേ? ഇതാണോ എടുക്കണേ? എന്നെ കാണിക്കണ്ട. അപ്പൊക്കെ ഇല്ല ഇവിടെ കാണിക്കുന്ന. ഇവിടെ ഇതിൽ ഏതോ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഒക്കെ തട്ടിമറിക്കോ. ഇത് വാങ്ങുന്നു. ഏതാ വാങ്ങിക്കണേ? എന്തോ ഇത് വാങ്ങ്. ഇതേതാ? ഇത് എൻ്റെ അടുത്തുണ്ട്. അതന്നെ ഇത് കൊക്കോ ചെറുത്. എങ്ങനെ അവിടെ കൈ വീങ്ങിനെ എടുക്കാം. ഇത് നോക്ക്. ഇല്ല എനിക്ക് വീങ്ങൊന്നുമില്ല. നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യണം പൗഡർ വാങ്ങിച്ചു തരാം. ഇതാ ബേബി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ലോഷൻ എവിടെ? ഇതാ നല്ലതാണ്. സോപ്പും അതെ, സോപ്പ് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി സോപ്പ്. അതിവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. നിങ്ങൾ ഉറപ്പിച്ചോ? അതിലേതാ വാങ്ങിക്കണേ? ഉറപ്പിച്ചിട്ട് മണത്ത് നോക്കടി ഏതാ മണം. നല്ല മണം. മറ്റതോ? എനിക്ക് മണക്കണം. ഇത് എത്തിയിട്ടും ശരി, നല്ലല്ല. ഇത് ഇതിന് 125 ആണ്. എല്ലാവരും നോക്കുന്നുണ്ട്. നിങ്ങളിതുവരെ തീർന്നില്ലേ? ഇത് വാങ്ങിച്ചില്ലേ? എടി ഇത് അത്ര നല്ല മണമല്ല. അത് എൻ്റെ അടുത്തുണ്ട്. അത്ര സുഖമില്ല. കുഴപ്പമില്ല. തലവേദനിക്കുന്ന മണം. ഇതിനെക്കാട്ടി നല്ല മറ്റേ അല്ലേ? വാസലിനോ? സ്മെല്ല് കൊള്ളാം. ഇതിൻ്റെയാ? തുറക്ക്. മൈൽഡില്ലേ? അത് വാങ്ങിക്കും. ഇത് വാങ്ങിയാലോ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എപ്പോഴും മാസ്ലിനല്ലേ വാങ്ങിക്കുക. ഇതൊക്കെയോ? ഇത് നിവ്യ മെന്നാണോ? അല്ലല്ല. നമ്മൾ ചായ കുടിച്ച് തിരിച്ചെത്തിയില്ല. തിരിച്ച് നടന്നുകൊണ്ടിരിക്കണു. പക്ഷെ ഇവിടെ ഇരുട്ടാ, നല്ല ഇരുട്ടാ. ഇന്നൊന്നും ശരിയല്ല ഇവിടുത്തെ അന്തരീക്ഷം. ഞങ്ങളിതാ ചായ കുടിച്ച് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക തിരിച്ച് ഹോസ്റ്റലിലേക്ക്. അവിടെ മൂക്കിലെന്തോ കയറി.
വരുന്ന വഴിക്ക് ഒരു വലിയൊരു കാടുണ്ടായി. അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ ഒരു ആളനക്കമല്ല, എന്തോ ഒരു അനക്കം, മീൻസ് പട്ടിയോ പൂച്ചയോ എന്തോ നടന്നു പോകണം. പക്ഷെ നല്ല വലിയ നടത്തായിരുന്നു. അപ്പം നമ്മൾ പുലിയാന്ന് വിചാരിച്ച് ഓടി, എല്ലാവരും പുലിയാന്ന് വിചാരിച്ച് ഓടിക്കളഞ്ഞു. പക്ഷെ പുലിയൊന്നും ആയിരുന്നില്ല എന്നാണ് തോന്നുന്നത്, അറിയില്ല. പുലിയൊന്നും നമ്മളെ കടിച്ചിട്ടില്ല എന്താണെങ്കിലും, സോറി, പുലി തിന്നിട്ടില്ല എന്താണെങ്കിലും. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. നമ്മളൊന്നും ഓടണം എന്ന് വിചാരിച്ചിട്ട് ഓടിയതല്ല, മനസ്സിലായില്ലേ? പേടിച്ചു പോയി. നമ്മൾ എല്ലാവരും പേടിച്ചു, ലിറ്ററലി പേടിച്ചു. ഇവർക്ക് എക്കിൾ വന്നു പേടിച്ചിട്ട്. ആ കാട്ടിലെങ്ങാനും പുലി ഉണ്ടായിരുന്നെങ്കിലോ. ഇപ്പം നമ്മൾ ആ സൗണ്ട് കേട്ടിട്ട് ഓടാണ്ടിരുന്നു അല്ലെ, അതുപോലെ നിന്നാൽ ചിലപ്പോൾ നമ്മളെ പുലി കടിച്ചേനെ. പക്ഷെ പുലി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, നമ്മുടെ അസംഷനാണ്, ഇവളുടെ അസംഷൻ. ഉണ്ടോയെന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെയൊക്കെ ചെതറി ഓടിയല്ലേ. ഉണ്ടെന്ന് പോലും മറുപടിക്ക് നിൽക്കാതെ ഓടിക്കളഞ്ഞ്. പറയാൻ പറ്റില്ല, കാര്യം അത്രയും വലിയ കാടൊക്കെയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്, മറ്റേ ഭീതിപ്പെടുത്തുന്ന വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒത്തിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ വരുന്നുണ്ട് സൗണ്ട്. ഇനി ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് നടക്കാതെ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ അതെ. അപ്പോൾ ഒരാളെ മാത്രമല്ല, നമുക്ക് ചാവാനും കൂട്ടിന് ഒരാളുണ്ടാവും. ഇത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊരു കൂട്ടായിട്ട് നടക്കുക. അപ്പോൾ കൂട്ടായിട്ട് മരിക്കാനുള്ള ഒരു അവസരം കിട്ടും. ചത്തു കഴിഞ്ഞാലും ആരെങ്കിലൊക്കെ കൂടെ കാണും. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൂട്ടായിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. എന്തോ ഒരു ഇല്ലേടി, എന്തോ ഒരു അല്ലേ? അല്ല സത്യം, അതെ, ആസ് യൂഷ്വൽ എന്ന് വേറൊരു യൂഷ്വൽ എന്ന് ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറേ പേര് വരുന്നും പോകണം കണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിലൂടെ വരുന്നല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തെങ്കിലും മാറ്റം വന്നാലൊക്കെ. എന്തായാലും എല്ലാവരും നന്നായിട്ട് പേടിച്ച് ഇല്ലാണ്ടായിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇവളാണ് ആദ്യം പേടിച്ചത്. ഇല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഭീതി പടർത്തിയത്. അതെ, അവള് ഭീതി പടർത്തിയിട്ട് അവളും കൂടെ ഞാൻ പേടിച്ചത്. ഞാൻ ഇവരുടെ പേടി കണ്ടിട്ട് ഞാനും ഇല്ലായിരുന്നു. അല്ല, ഞാൻ ഇവരൊക്കെ ഇവളുടെ പേടി കണ്ടിട്ടാണ് പേടിച്ചത്. അല്ലേ? നമുക്ക് പുലി എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. അത് ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് റിസൈൻ ചെയ്തതാണ്. കാര്യം നമ്മളൊന്നും ഇത് മനസ്സിലാവണില്ലല്ലോ എന്താന്ന്. ആ ഒരു സൗണ്ട് കേൾക്കണത് നമ്മൾ ഓടിയതേ നമുക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ സ്റ്റിൽ പറയാൻ പറ്റില്ല, പുലി എങ്ങാനും ഉണ്ടെങ്കിലോ.